വിറ്റ്ലിഗോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഭംഗിയായി ചേച്ചീനെ കാണാനെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത്രയും ഒരു ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് ഇത് മാത്രമല്ല നമുക്കുള്ളത്. വെയിൽ കൊള്ളാൻ പറ്റില്ല, ശക്തിയായ മഴ കൊള്ളാൻ പറ്റില്ല. രസമാണ്, അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്, ഒക്കെ ഉണ്ട്, ഒക്കെ അതിനൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. എന്റെ കൈയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, എന്റെ കൈ മൊത്തം മുറിഞ്ഞിരിക്കുവാണ്. വേണ്ട, നമ്മുടെ ഒരു ചിക്കൻ കറി അത് ഇപ്പൊ നമ്മൾ കൈ കൊണ്ട് കഴിക്കാൻ എനിക്ക് പറ്റില്ല. വെളുത്ത കുട്ടികൾ ഇങ്ങനെ നമ്മള് ഡാൻസ് കളിക്കുന്നത് ശരിയാണ്. ഈ കലയ്ക്ക് കളറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. കുഞ്ഞി ബേബീനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അമ്മയ്ക്കായിരിക്കും അല്ലെങ്കിൽ അവരുള്ളവർക്കായിരിക്കും ടെൻഷൻ. ഏതൊരു രീതിയിൽ കോണ്ടാക്ട് ചെയ്താൽ കൂടിയും വിറ്റ്ലിഗോ പകരില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്ന പോലെ ആയിരുന്നില്ല ഇതിനു മുമ്പ് ഞാൻ ഉണ്ടായിരുന്നത്. ഫുൾ കവർ ആയിട്ടുണ്ട് വിറ്റ്ലിഗോ വന്നിട്ട്. ബട്ട് ഇനിയും കവർ ആകാനുള്ള പോർഷൻ ഉണ്ട്. ആ പാണ്ടൊക്കെ ഉള്ള കൊച്ചില്ലേ, ആ കൊച്ചിനെ ഒന്ന് വിളിക്കുന്നു. ഇത് ആക്ച്വലി ഒരു ക്ലിപ്പാണ്. ഇത് യൂസ് ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക്കും ബ്ലഷും എനിക്ക് തീരെ ഒഴിച്ചുകൂടാൻ. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരുപാട് പേര് ഇന്നത്തെ ഈ സമൂഹത്തിൽ സ്കിൻ ടോൺ കൊണ്ട് ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ ബ്യൂട്ടി ഹാസ് നോ ബൗണ്ടറീസ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച നമ്മുടെ സ്വന്തം ബെൻസി ജോയ് ആണ്. ഹായ് ബെൻസി ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പം ചേച്ചിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ടൈറ്റിൽ വിന്നറാണ്, ബ്യൂട്ടി ഐക്കൺ 2024 ടൈറ്റിൽ വിന്നറാണ്, കേരളത്തിൻ്റെ ഫസ്റ്റ് വിറ്റ്ലിഗോ മോഡലാണ്. ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ മോഡലിംഗ് കരിയർ? ആക്ച്വലി ഞാൻ ഫസ്റ്റ് മോഡലിംഗ് അല്ല സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു ഷോർട്ട് മൂവി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് മോഡലിംഗ് എന്നുള്ളൊരു സംഭവം മനസ്സിൽ വരുന്നതും ഇറങ്ങുന്നതും. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവീസിലേക്ക് അഭിനയിക്കണം എന്നൊക്കെ തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു? ആസ് യൂഷ്വൽ എല്ലാവരും പോലെ തന്നെ എന്താ പറയുക, ചെറുപ്പത്തിൽ നമുക്ക് മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം സിനിമയൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടല്ല, അവരെപ്പോഴും നല്ല രസമല്ലേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഏജിൽ നമുക്ക് മൂവിയിൽ അഭിനയിക്കണം, നടിയാവണം, അങ്ങനെ ഒരു സംഭവമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് ഒരു പോയിന്റിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടിൽ പോയി കുറച്ചു കാലം. പിന്നെ എങ്ങനെയൊക്കെയോ. അതെന്തുകൊണ്ടാണ് എനിക്ക് സിനിമ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നാൻ കാരണം? ആസ് പെർ ദ ഇൻട്രൊഡക്ഷൻ എന്താ പറയുക, എനിക്ക് വിറ്റ്ലിഗോ ഉണ്ട്. സോ 2 ഷെയ്ഡിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന പോലെ ആയിരുന്നില്ല ഇതിനു മുമ്പ് ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ മോസ്റ്റ് ഓഫ് ദി പാർട്സിലേക്ക് എന്താ പറയുക ഫുൾ കവർ ആയിട്ടുണ്ട് വിറ്റ്ലിഗോ വന്നിട്ട്. ബട്ട് ഇനിയും കവർ ആകാനുള്ള പോർഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും മൂവിയിലോ ഏതെങ്കിലും ഒരു ആഡിലും കണ്ടിട്ടില്ലല്ലോ 2 ഷെയ്ഡുള്ള ഒരാളെ. കാരണം അത് ഇതുവരെ സമൂഹം അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബട്ട് ആ ഒരു ടൈമിൽ അത് അംഗീകരിച്ചിട്ടില്ല. ബട്ട് ഇപ്പോൾ പിന്നെയും എൻ്റെ വലിയ റോൾ മോഡലാണ് വിന്നി ഹാർലോ. വേൾഡ് ഫേമസ് മോഡലാണ്, ഒരു വിറ്റ്ലിഗോ മോഡലാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയാണ് മൂവി എന്നൊരു സംഭവത്തിലോട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം വിറ്റ്ലിഗോ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒക്കെ ആഡ് വർക്ക്സിനൊക്കെ എന്തെങ്കിലും റിജക്ഷൻസും കാര്യങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറേ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ വിറ്റ്ലിഗോ ഉള്ളൊരു മോഡലിനെ ആയിരിക്കില്ല ചിലപ്പോൾ അവർ വിളിക്കുന്നുണ്ടാവുക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് എനിക്ക് വിറ്റ്ലിഗോ ഉള്ളൊരു മോഡലാണ്. ചില കോസ്റ്റ്യൂംസിൽ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ലീവ്ലെസ് ഇടാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ലീവിൻ്റെ പോർഷനിൽ വിറ്റ്ലിഗോ ഉണ്ട്, ബ്രൗൺ സ്കിന്നും വൈറ്റ് സ്കിന്നും ഉണ്ട്. അപ്പോൾ അവർക്കത് ഷോക്കേസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കില്ല. അവരുടെ മനസ്സിൽ ഓൾറെഡി എങ്ങനെയായിരിക്കണം ഒരു ആഡ് പോകേണ്ടത്, ഒരു ഷൂട്ട് പോകേണ്ടതുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് റിജക്ഷൻസ് വരും. പിന്നെ ചില കോസ്റ്റ്യൂംസ് കംഫർട്ടബിൾ ആയിരിക്കില്ല, അതുകൊണ്ട് റിജക്ഷൻസ് വരും. സോ മെയിനായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എപ്പോൾ തൊട്ടാണ് നമുക്കൊരു വൈഡർ ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയത്? അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതായത് GNG എന്ന് പറഞ്ഞൊരു മോഡലിംഗ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു തീമായിരുന്നു, ഒരു വാലന്റൈൻസ് ഡേൻ്റെ തീമായിരുന്നു. കുറേ കാറ്റഗറി ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തീം. അതിൽ ലെസ്ബിയൻസ്, ഗേ കപ്പിൾ, ട്രാൻസ്ജെൻഡേഴ്സ്, പ്ലസ് സൈസ് മോഡൽ, ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളൊരു പേഴ്സൺ, വിറ്റ്ലിഗോ, സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ ഇത്രയും ആൾക്കാർ കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. ആ ഒരു ഷൂട്ട് കഴിഞ്ഞ പിന്നെയാണ്
ആ ഒരു ഒരു ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ടോ? മീൻസ് സെയിം അസുഖമുള്ള ഒരുപാട് പേരുണ്ടാവും, വിറ്റിലിഗോയുള്ള ഒരുപാട് പേരുണ്ടാവും. സോ ഇപ്പോൾ ബെൻസിനെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്നവരുണ്ടാവും. അവരെല്ലാവരും എന്ത് പറഞ്ഞാണ് മെസ്സേജ് ചെയ്യാറ്? കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് അവരുടെ സംശയങ്ങളൊക്കെയാണ്. മേ ബി എല്ലാവർക്കും വരുന്നത് വിറ്റിലിഗോ ആയിരിക്കണം എന്നില്ല. ചെറിയ എന്തെങ്കിലും ഒരു പാച്ച്, ലൈക്ക് ഒരു എന്താ പറയുക, സ്കിന്നിൽ ഓട്ടോ ഇമ്മ്യൂണലായിട്ട്, അത് നമുക്ക് വൈറ്റമിൻ കുറവൊക്കെ വരുമ്പോൾ അത് വിറ്റിലിഗോ അല്ല, വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ചെറിയ പാച്ച് വരും. യെസ്, ഇപ്പൊ മുഖത്ത് കുറച്ച് പാടുകൾ വരിക, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി തോന്നുന്നു. അപ്പൊ അങ്ങനെ ചിലത് വരുമ്പോൾ കൂടി എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, ഇത് വിറ്റിലിഗോ ആണോ എന്ന് ചോദിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഡോക്ടർ അല്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ വരെ അവർ അയച്ചു തരും, ഇത് വിറ്റിലിഗോ ആണോ, എനിക്ക് ടെൻഷൻ ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. എനിക്കിതിലൊന്നും പറയാൻ പറ്റില്ല, നമുക്കിപ്പോൾ കണ്ടിട്ട് പറയാനും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആ കാര്യം. സോ എല്ലാവരും ചോദിക്കും. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് ഭയങ്കര ടെൻഷനാണ്, ബുദ്ധിമുട്ടുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ട് പറയുമ്പോൾ എനിക്ക് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും, അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബെൻസി ചേച്ചി കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്, ബോൾഡാണ്, ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ടൊരു സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഇതിനു മുൻപ് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് നമുക്ക് കുറച്ച് ട്രോമാസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഇതുകൊണ്ട് പറയാൻ ഒരു കുഴപ്പമില്ല. അപ്പം ആ ഒരു ട്രോമാസ് ഫസ്റ്റ് എപ്പോഴായിരുന്നു അങ്ങനെ ഒരു റിജക്ഷൻ ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ടീൻ പ്രായം ഉണ്ടല്ലോ, ഒരു 16, 15, 18 വരെ 19 വരെ ആണല്ലോ ആ ഒരു പ്രായം. അപ്പം ആ ഒരു ടൈമിൽ ഫുള്ള് എനിക്ക് വിറ്റിലിഗോ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. രണ്ട് സ്കിന്നും വിസിബിൾ ആവുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്തിറങ്ങി നടക്കാനോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാനോ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളോട് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. കാരണം അവർക്ക് അതിനുള്ള നോളേജ് ഇല്ല, ആൾക്കാർക്ക് അറിയില്ല ഇത് എന്താണെന്നും, ആൾക്കാർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നും, ഇതിനെപ്പറ്റി ധാരണയില്ല. അപ്പോൾ അവർ ആ രീതിയിലാണ് ഇത് കാണുന്നത്. ചിലപ്പോൾ അടുത്ത് നിൽക്കാനോ, അല്ലെങ്കിൽ എനിക്ക് ബേബീസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം മറന്നു പോകും, എനിക്കിങ്ങനെ ഒരു കണ്ടീഷനുള്ള കാര്യം തന്നെ മറന്നു പോകും. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് ബേബീനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അമ്മയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അവരെ ഉള്ളവർക്കായിരിക്കും ടെൻഷൻ. കാരണം ഇത് ആ ബേബിക്ക് വരുമോ, പകരുമോ എന്നുള്ള. ആക്ച്വലി ഇത് പകരില്ലല്ലോ, ഇത് പകരില്ല. അത് കുറേ വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഏതൊരു രീതിയിൽ കോണ്ടാക്ട് ചെയ്താൽ കൂടിയും വിറ്റിലിഗോ പകരില്ല. അപ്പം അതിനെപ്പറ്റി ധാരണ ഇല്ല ആളുകൾക്ക്. അപ്പോൾ അന്ന് തുടങ്ങി പിന്നെ നമുക്ക് എവിടെ പോയാലും ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിക്കോട്ടെ, എല്ലാവരും വന്ന് ചോദിക്കും, ഇപ്പം അസുഖം എങ്ങനെയുണ്ട്, മാറിയോ, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ, എവിടെയൊക്കെ. പിന്നെ ചിലരുണ്ട് അത് കാണിച്ചു തരാനൊക്കെ പറയും. അതായത് ഞാൻ ആ ഒരു ടൈമിൽ ബോഡി മോസ്റ്റ്ലി കവർ ചെയ്യുന്ന കോസ്റ്റ്യൂംസ് ഇട്ടിരുന്നത്, മേ ബി ഫുൾ സ്ലീവ് ഇടും, ഹൈനെക്ക് ഡ്രസ്സ് ഇടും, അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ നോക്കട്ടെ മോളെ എന്തോരായി, അത് മാറിയോ. അപ്പോൾ ആ ഒരു ഏജിൽ ഓൾറെഡി താങ്ങാൻ പറ്റാത്തതിലധികം വിഷമത്തിലായിരിക്കും നമ്മൾ. കാരണം നമ്മൾ അത്രയും എൻജോയ് ചെയ്യേണ്ട ഒരു പ്രായമാണ്. സെയിം ടൈം അവരിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണത്. അപ്പോൾ അപ്പത്തൊട്ട് ഉണ്ട് നമുക്ക് ഈ ട്രോമ. ആദ്യമായിട്ട് എപ്പോഴായിരുന്നു അങ്ങനെ തോന്നിയത് എന്നുള്ള ഓർമ്മയുണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? മീൻസ് ഒരു റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നത് ആദ്യം? എനിക്ക് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. കാരണം ആ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? എക്സാക്ട്ലി, യെസ് ഓഫ് കോഴ്സ്, അത് തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്രയും ഹേർട്ട് ചെയ്തൊരു കാര്യമായിരിക്കും, നമ്മൾ വർക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളൊരു ടൈമായിരുന്നു, എല്ലാവരും ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ, ഒരു കസിൻ പറയാം നമ്മുടെ, ഒത്തിരി ഡിസ്റ്റന്റ് കസിനാണ്. പുള്ളി വന്നിട്ട് നമ്മളോട് ഇങ്ങനെ എൻ്റെ അടുത്തല്ല ചോദിക്കുന്നത്, വേറെ ആൾക്കാരോട് എൻ്റെ പേര് പുള്ളിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആള് പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി പറയുന്നത് ആ മുഖത്തും ഒക്കെ നിറച്ച് പാണ്ടുള്ള കൊച്ചില്ലേ, എൻ്റെ പേര് അറിഞ്ഞൂടെ ആൾക്ക്. ബട്ട് എൻ്റെ പാരൻസിന് അറിയാം, വേണമെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ പേര് പറഞ്ഞ ആളുടെ മോളെന്നോ അങ്ങനെ പറയാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അവർക്ക്. ബട്ട് ആള് വന്നിട്ട് എൻ്റെ ഐഡന്റിറ്റീനെ പറയുന്നത് ആ പാണ്ടൊക്കെ ഉള്ള കൊച്ചില്ലേ, ആ കൊച്ചിനെ ഒന്ന് വിളിക്കുന്നോ, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. എന്നെ വിളിക്കുന്നതാണോ അത് എനിക്കെന്തോ പാസ് ചെയ്യുന്നതാണോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് എന്നെ
എന്താ പറയുക, എന്നെ ഡിഫൈൻ ചെയ്തത്, എൻ്റെ ഡെഫിനേഷൻ അതായിരുന്നു. ആ പാണ്ടുള്ള കുട്ടീനെ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറെ റൂമിലിരുന്ന് കേട്ടു. കാരണം എനിക്ക് ഡോറൊക്കെ ഓപ്പൺ ആയിരുന്നു. ഓപ്പൺ സ്പേസിൽ നിന്ന് സംസാരിക്കുന്നത്, വേറെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം പീപ്പിൾ എല്ലാവരും എന്നെ കാണുന്നത് അങ്ങനെയാണ് എന്നൊരു സാധനം വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇത്ര മെച്ചേർഡൊന്നുമല്ല. ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, പാവമാണ് അങ്ങനെയും പറയാൻ പറ്റില്ല. എനിക്കറിയില്ല ഇതെങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എൻ്റെ ഫാമിലിയിൽ എനിക്ക് മാത്രമേ ഇതുള്ളൂ, വേറെ ആർക്കും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആളുകളെയും കണ്ടിട്ടുമില്ല അധികം. കണ്ടിട്ടുണ്ടെങ്കിലും ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ക്ലാസ്മേറ്റിനും ഉണ്ടായിരുന്നു. ബട്ട് എനിക്കതിലൊന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. കാണുന്ന ടൈം തൊട്ട് ആളങ്ങനെയാണ്, ആൾ കളിയാക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അത് അത്ര വലിയൊരു സാധനമായിട്ടും എടുത്തിട്ടില്ല. എന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ആ കുട്ടിയോട് വിഷമവും തോന്നിയിട്ടില്ല ഇങ്ങനെ വന്നൂലോ എന്ന്. കാരണം എനിക്കറിയില്ല ആളുടെ ഫീലിങ്സ് എന്താന്ന്. അപ്പോൾ ഇത് എനിക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു മൊമെന്റ് വാസ് ഭയങ്കര വിഷമമായത്. ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അവഗണന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതിന്റെ പേരിൽ? ഇല്ല. ഞാൻ ഇപ്പൊ ഏറ്റവും ഒരു അങ്ങനെയും പറയാൻ പറ്റില്ല, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാ. അവർക്ക് ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് അവർക്ക് ഫിൽറ്റർ ഇടേണ്ടി വരും. ഫിൽറ്ററും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എന്നെ കാണാൻ കൂടെ പറ്റാത്ത രീതിയിലേക്ക് രൂപ അവിടെ ഉണ്ട് മാത്രമേ തോന്നുള്ളൂ. അത് മാത്രമേ എനിക്ക് പ്രശ്നം. പിന്നെ അതിന്റെ പേരിൽ അങ്ങനെ കളിയാക്കുന്ന ഇല്ല. ഞാനും അത് ഫണ്ണായിട്ടൊക്കെ എടുത്തിട്ടുള്ളൂ. എനിക്കത് അത്ര വിഷമമുള്ള കാര്യമൊന്നുമില്ല. ഓഫ്കോഴ്സ് അത് എനിക്കൊരു പോസിറ്റീവ് സാധനമാണല്ലോ, എനിക്ക് കളർ കൊടുത്തതാണല്ലോ. അത്ര ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഒരു വിറ്റിലിഗോ ഉള്ളത് നമ്മൾ അതൊരു പോസിറ്റീവായിട്ട് എടുത്ത് മോഡലിംഗ് കരിയറിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇങ്ങനെ ഒരു വിറ്റിലിഗോ ഉള്ള ഒരാളെ എൻക്വയറി ചെയ്തത് GNG എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. അതിനകത്ത് ശരത് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് എൻ്റെ CEO ആൻഡ് ഡയറക്ടറൊക്കെ. ആളൊരു എൻക്വയറി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് 1-2 പേര് സെയിം പോസ്റ്റ് എനിക്ക് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ, വിറ്റിലിഗോ മോഡലിനെ നോക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്യുന്നതും അങ്ങനെയാണ് ആ ഷൂട്ട് സംഭവിക്കുന്നതും. അപ്പം അതിനുശേഷം എനിക്കൊരു കോൺഫിഡൻസ് വന്നു. കാരണം വിറ്റിലിഗോ എന്നത് ഇപ്പോൾ ഞാനായിട്ടുണ്ടാക്കിയ സംഭവം അല്ലല്ലോ, എൻ്റെ ബോഡിയുടെ ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഇഷ്യൂ ആണ്. തന്നെ വന്നു. അത് ഇനി എനിക്കറിയില്ല മാറുമോ മാറില്ലെന്നൊന്നും അറിയില്ല. ബട്ട് എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും നനഞ്ഞു കുളിച്ച് കയറാം. അതെ, ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങ് ഇറങ്ങി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് തന്നെ മാറിയെന്ന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഇപ്പോൾ കുറച്ചും കൂടി ലിബറൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്കാർ ആദ്യം വെളുത്തതാണ് ബ്യൂട്ടി എന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുറച്ചും കൂടി മാറി ഡസ്കി സ്കിൻ ടോണിനോടൊക്കെ അതിൽ ബ്യൂട്ടി കണ്ടുവരുത്തുന്ന ആൾക്കാരുണ്ട്. അല്ല, ആക്ച്വലി ഉണ്ട്, ബട്ട് അതിനെ കുറച്ചും കൂടി ആക്സെപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ വിറ്റിലിഗോ ഉള്ളത് തന്നെ കുറേ പേര് വിറ്റിലിഗോ മോഡൽസ് ഉണ്ട്. ഇപ്പോൾ അവർ ബോഡിയൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന നോർമൽ മോഡൽസിനെ പോലെ തന്നെ, ബട്ട് അവർക്ക് വിറ്റിലിഗോ ഉണ്ട്, ആ ഒരു സ്കിൻ കണ്ടീഷനുണ്ട്. അപ്പോൾ കുറേ കൂടെ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ പറയുകയാണെങ്കിൽ ബാർബി ഡോളിൽ വരെ ബാർബി വിറ്റിലിഗോ ഉള്ള ബാർബിനെ ഇറക്കി. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ്. കാരണം ബാർബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ക്യൂട്ടാണ്, കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ കിട്ടുന്നതാണ്. അപ്പോൾ ബാർബി ഡോൾ യൂസ് ചെയ്യുന്ന കുട്ടികളാണ്, അവർക്കൊരു അവയർനെസ് കൂടെയാണ് ഇത് പോകുന്നത്. വിറ്റിലിഗോ ഇസ് വെരി കോമൺ തിങ്, വെരി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവൻ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന ഒരു കാര്യമല്ല. അല്ല, നമ്മളൊന്നും ചെയ്തിട്ട് വരുന്നതല്ല. ഇതിൻ്റെ ഒരു വിറ്റിലിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് ഏജിലും വരാം. ജനിച്ചു വീണ കുട്ടി മുതൽ മരിക്കാൻ കിടക്കുന്നൊരു മനുഷ്യൻ വരെ, അതായത് പ്രായമായിട്ടുള്ള മനുഷ്യന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്നൊരു ഓട്ടോ ഇമ്മ്യൂണൽ പ്രശ്നമാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ തുടങ്ങിയ ഇപ്പോൾ വൈഡർ ആക്സെപ്റ്റൻസ് ആണോ കിട്ടിയത്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ നെഗറ്റീവ് കമൻസ് ആണോ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു പോസിറ്റീവ് രീതിയിലാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എൻ്റെ ജോബ് ഞാൻ റിസൈൻ ചെയ്തായിരുന്നു ബിക്കോസ് ഓഫ് വെരി ബാഡ് റീസൺ, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ നല്ല ഡിപ്രഷൻ പരിപാടിയിലോട്ട് പോയി. കാരണം നമ്മുടെ ഒരു ഇൻകമാണ് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലാണ്ടായി. ഞാൻ ഷൂട്ടിലും ഫോക്കസ്ഡ് അല്ല. ആ സമയത്താണെങ്കിൽ എനിക്ക് എൻക്വയറീസും ഭയങ്കര കുറവായിപ്പോയി.
ആഡ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞാനാണെങ്കിൽ ഫുൾ ടൈം വീട്ടിലിരിക്കുക, കിടക്കുക, കരയുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ. ഫുഡൊന്നും പ്രോപ്പറല്ല. അങ്ങനെ ഒരു മൊമെൻറ്റിൽ എൻ്റെ കുറച്ച് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് എന്നെ മോട്ടീവ് ചെയ്തത്. എന്താ പറയുക, കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1-2 എണ്ണമൊക്കെ ചെയ്തു തുടങ്ങി. ഒന്ന് ക്ലച്ച് പിടിച്ച് വന്നപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആയി. അത് ആരോ റിപ്പോർട്ട് അടിച്ച് പോയി. എന്നിട്ട് ഞാൻ പിന്നെയും പണ്ടത്തെ ചങ്കരത്തെങ്ങുമ്പോൾ തന്നെ എന്നുള്ളൊരവസ്ഥയിൽ പിന്നെയും എത്തി. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും വേറെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എന്തോ ദൈവാനുഗ്രഹത്താൽ എൻ്റെ പഴയ അക്കൗണ്ട് ഒരു 1 മന്ത് കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടി. ദെൻ പിന്നെ ഇട്ട റീൽസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിടി കയറ്റുമായിരുന്നു. നല്ല രീതിയിൽ റീച്ച് പോയി. ആൻഡ് ഞാൻ വിറ്റലിഗോനെ പറ്റി പറയുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ അത് ഇട്ടതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ആൾക്കാർക്ക് വിറ്റലിഗോ ഉണ്ട് കേരളത്തിൽ എന്നുള്ളത്. കാരണം അത്രയും റെസ്പോൺസ്, പേഴ്സണൽ മെസ്സേജസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലും വിഷമം വന്നുമ്പോൾ എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഞാനൊരു വീഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇത്രയും അവയർനെസ് പോയിട്ടുള്ളത്. സോ അതെനിക്കൊരു ഭയങ്കര പോസിറ്റീവ്. ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ നടത്തുന്ന പോലെ തന്നെ സ്കൂൾസും കോളേജസിലും ഒക്കെ വിറ്റ്ലിഗോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ പറ്റി, പ്രത്യേകിച്ച് ഇത് പകർച്ചവ്യാധി അല്ല എന്നുള്ള ഒരു അവയർനെസ് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടോ കുറച്ചുകൂടി? ഇത് നമ്മൾ സ്കൂളിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്നും കൊടുക്കണം. കാരണം ഇപ്പോൾ ഉള്ള ഒരു സൊസൈറ്റീനെ നമ്മളാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ ഉള്ള കിഡ്സ് അല്ലെങ്കിൽ ഈ ഒരു ഏജിലുള്ള പിള്ളേരുകളൊക്കെ ഇൻ ഫ്യൂച്ചർ അവർ വലുതായിട്ട് വരുമ്പോൾ ഇപ്പം നമ്മൾക്കുള്ളതിനെക്കാട്ടി കൂടുതൽ അറിവ് നമുക്ക് ഇപ്പം അവരുടെ അറിവിൻ്റെ ഒരു പ്രായമുണ്ട്, നമ്മുടെ ഇപ്പം അറിവിൻ്റെ ഒരു പ്രായമുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ഏജിൽ നമുക്ക് ഇത്ര അറിവില്ല. ആ അറിവുണ്ടായത് അവർ വളർന്നു വന്ന സാഹചര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ സെയിം ടൈം നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുക ഫ്രം ദ ഹൗസ്, വീട്ടിൽ നിന്ന്, പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന്, അങ്ങനെ ഹോസ്പിറ്റൽസ് എവിടെയൊക്കെയാണ് കിഡ്സ് പോകുന്നത് അവിടെയൊക്കെ ഈ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ബ്യൂട്ടി എന്താണെന്നുള്ളത് കറക്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്കൂളിൽ ഞാനൊരു ബുക്കിൽ കണ്ടിട്ടുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ബുക്കിൽ, അതിൽ ഒരു മുഖമത്ര ഓക്കെ അല്ലാത്തൊരു സ്ത്രീയുടെ പടം, നല്ല വൈറ്റ് ഫെയർ ആയിട്ടുള്ളൊരു സ്ത്രീയുടെ ഫോട്ടോയും, അതിനകത്ത് മറ്റേ ആ സ്ത്രീനെ അഗ്ലി എന്നും ഇതിനെ ബ്യൂട്ടി എന്നും. അപ്പോൾ അത് എന്ത് രീതിയിലാണ് പഠിപ്പിക്കുന്നതെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ മാറ്റങ്ങൾ ഒത്തിരി വരുത്തേണ്ടതുണ്ട്. ഇപ്പം അതില്ല. ബട്ട് ഓപ്പോസിറ്റ് വേർഡ്സ് പഠിപ്പിക്കുമ്പോഴാണ് ഫോട്ടോയിലുണ്ടായിരുന്നു. ഫോട്ടോ വെച്ചിട്ടാണ് അവർ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ ആ ഒരു സിസ്റ്റം മാറണം, എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തണം. യെസ്, അവർക്ക് ഇൻഡയറക്ട്ലി അതാണ് കിട്ടുന്നത്. ഓക്കെ, കറുത്ത ആൾക്കാർ അഗ്ലി ആണെന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. ദാറ്റ്സ് റൈറ്റ്. അത് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, യെസ്. അപ്പം ഒരു മോഡലിൻ്റെ ബാഗിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എത്ര മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ടാവുന്നതായിരിക്കും എല്ലാവരും നോക്കുന്നുണ്ടാവുക. ആക്ച്വലി എൻ്റെ ഒന്നുമില്ല, കുറച്ച് എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. യെസ്, സോ നമുക്കത് ജസ്റ്റ് ഒന്ന് വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റിലേക്ക് പോയാലോ? യെസ്, ആദ്യം ബാഗിന്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വാങ്ങി? ഓക്കെ, ദിസ് ഈസ് ഗെസ്സിൻ്റെ ബാഗാണ്, ഒറിജിനലാണ്. ഞാനിത് കൊണ്ടു നടക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇത് കോപ്പിയല്ലേ, ഒറിജിനലാണ്. ഇത് എൻ്റെ സിസ്റ്റർ എവിടെയായിരുന്നു, ന്യൂസിലൻഡിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം. പിന്നെ ആർക്കും ചെക്ക് ചെയ്യും, എനിക്കൊരു എനിക്ക് എത്ര ഉറപ്പുണ്ട്. പിന്നെ എൻ്റെ ബാഗിൽ അഫ്കോഴ്സ് എൻ്റെ ബാഗിൽ ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു പെർഫ്യൂമാണ്. ഇത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ കാനഡയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എല്ലാം ഇറക്കുമതിയാണ്, ഇറക്കുമതിയാണ്. പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ബാഗിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്ന ഒരു സാധനമാണ് കൊടയുണ്ട്. പിന്നെ എന്താ എൻ്റെ ബാഗിലുള്ളത്? പിന്നെ ഒരു സാധനമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി ഒരു ക്ലിപ്പാണ്. ഇത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഒരു ക്രേസ് ആണ്. പിന്നെ ബാഗിന്റെ ഉള്ളിൽ വേറൊരു ബാഗ്, മേക്കപ്പ് ബാഗ്. ഇതില് ഇത് തുറന്ന് കാണിക്കണം.
ഇതെന്താണ്, ഇതെന്തായിരുന്നു? എന്താ മസ്കാര? മസ്കാര, ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, ഓക്കെ പിന്നെ ഒരു ബ്ലഷ്, പിന്നെ ഒരു വേറൊരു ലിപ്സ്റ്റിക്ക്, ഓക്കെ. പിന്നെ വേറെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ബ്ലഷാണ്, കയ്യിൽ ഒതുങ്ങുന്നില്ല. പിന്നെ ഒരു വെരി പോക്കറ്റ് മിറർ, വേറെയും ഒരു ലിപ്സ്റ്റിക് ആൻഡ് കാജൽ. ലിപ്സ്റ്റിക്സ്, കാജൽ, എത്രയേ ഉള്ളൂ ബാഗിനകത്ത്? ഇത്രയേ ഉള്ളൂ? അല്ല, ഇനിയും ഒന്ന് രണ്ട് ഇതിൽ ഈ ബാഗിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ബാക്കി കാണിച്ചു തരാം. രണ്ട് സാധനം കൂടെ ഉണ്ട്. ഒന്ന് ഇതും പിന്നൊന്ന് ഇതും. ഒരെണ്ണം കീ ചെയിൻ. ഇത് നരൂട്ടോ ആണ്. ഇങ്ങനെ ഇതിന്റെ ഫേസിന്റെ ഇതൊക്കെ മാറും. ഓക്കെ. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ക്യൂട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതൊരു പുഴുവാണ്. ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു പുഴു. ഇതാണ് എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ. ഇത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാ. ഭയങ്കര സിമ്പിളാ. ഇത്രയും കൂടെ ഉണ്ടാവാറില്ല. ഇപ്പൊ കൊടയൊക്കെ മഴയായതുകൊണ്ട് ഞാൻ വെച്ചതാ. ഈ മേക്കപ്പ് പൗച്ചില് ഒരു മൂന്ന് പ്രോഡക്ട്സ് മാത്രം എടുത്ത് റെഡിയാവാൻ പറഞ്ഞാൽ ആ മേക്കപ്പ് പൗച്ചിൽ ഏത് 3 പ്രോഡക്ട്സ് ആയിരിക്കും എടുക്കുക? ലിപ്സ്റ്റിക്, ബ്ലഷ്, ഐബ്രോ. മസ്കാര വേണ്ട, കാജൽ വേണ്ട. ഓക്കെ, എനിക്ക് ആക്ച്വലി ഐബ്രോ കൂടി വേണ്ട എനിക്ക്. പക്ഷെ ലിപ്സ്റ്റിക്കും ബ്ലഷും ഐബ്രോയും വേണ്ട. ഈ 3 പറഞ്ഞോണ്ട് ലിപ്സ്റ്റിക്കും ബ്ലഷും എനിക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ്. തീരെ പറ്റത്തില്ല. ലിപ്സ്റ്റിക്കില് ബ്ലഷിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഏതായിരിക്കും? ലിപ്സ്റ്റിക് ഓർ ബ്ലഷ്? ലിപ്സ്റ്റിക്. അത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാലോ. ഓക്കെ. പിന്നെ ഈ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഒരു കലാകാരി അങ്ങനെ നമുക്ക് പറയാം. വെളുത്ത കുട്ടികൾ ഇങ്ങനെ നമ്മൾ ഡാൻസ് കളിക്കുന്നത് ശരിയാണ്, കറുത്ത കുട്ടികൾ അതിനകത്തേക്ക് ആപ്റ്റല്ല എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം യോജിക്കുന്നുണ്ട്? ഈ കലയ്ക്ക് കളറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒരു എന്ത് ഇതിലാണ് കലാമണ്ഡലത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയാറ്. എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ് ഒരു കുട്ടീൻ്റെ അല്ലെങ്കിൽ ഒരു ആഗ്രഹമുള്ള ഒരാളോട് നിങ്ങൾക്ക് കളറിൽ നിറത്തിൻ്റെ പ്രശ്നത്തിൽ ഒരു കല പഠിക്കരുത് എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ ഇപ്പോൾ ടീച്ചേഴ്സ് തന്നെ എനിക്കറിയാവുന്ന നമ്മുടെ കലാഭവൻ മണി സാറിൻ്റെ ബ്രദറുണ്ട്. അദ്ദേഹം ഡാൻസ് മാസ്റ്ററാണ്. ഞാൻ ചാലക്കുടിയാണ് എൻ്റെ നാടെങ്കിലും ബട്ട് എനിക്ക് അവളുടെ പേര് എത്ര ഓർമ്മ കിട്ടുന്നില്ല. ഐം സോറി. അപ്പോൾ ഞാൻ പുള്ളിയെ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോൾ വളരെ നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ ആൾ നല്ലൊരു ഡാൻസറാണ്, നല്ലതായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. സോ അത്രയും കഴിവുള്ള ആൾ ഇല്ലായിരുന്നെങ്കിൽ എത്ര കുട്ടികൾ ഡാൻസ് പഠിക്കില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടില്ലേ, പുള്ളി സാറിൻ്റെ 2 കൈക്കും സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ചെറിയൊരു കയ്യിൽ പ്രശ്നമുണ്ട്. നമ്മൾ മൂവീസൊക്കെ കണ്ടാൽ നമുക്ക് കാണാമല്ലോ. പുള്ളി ഇന്ന് ഏത് ലെവലിലെത്തി നിൽക്കുന്നത്? ആളുടെ ഒരു കുറവാണ്, ബട്ട് ആ കുറവ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനൊരു അത് നമുക്കൊരു കുറവായിട്ട് തോന്നിട്ടുണ്ടോ? ഇല്ല. സോ അത് നമ്മൾ അംഗീകരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അത് ആക്സെപ്റ്റ്. ഈ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം അത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു സാധനം ഉണ്ടാവും ഇങ്ങനെ ഇതാണ് ഇന്നതിന് വേണ്ടത്. അതിനപ്പുറത്തോട്ട് ബൗണ്ടറീസ് വെച്ചിട്ട് അതിനപ്പുറത്തൊന്നും വരുന്ന ആൾക്കാരെ സ്വീകരിക്കില്ല. സോ ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് തീരെ യോജിക്കുന്നില്ല. ഓക്കെ. എപ്പോഴെങ്കിലും ഇപ്പം വിറ്റ്ലിഗോ ബാധിച്ചത് ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഇത്രയൊക്കെ ബോൾഡായിട്ട് ഞാൻ മറികടന്ന് വന്നെങ്കിലും എനിക്ക് എപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഈ വിറ്റ്ലിഗോ ഉള്ളത് കൊണ്ട് ഞാൻ അത്ര ഹാപ്പി ഒന്നുമല്ല. ഈവൻ എൻ്റെ കൈയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, എൻ്റെ കൈ മൊത്തം മുറിഞ്ഞിരിക്കുവാണ്. എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ എരിവുള്ള ഫുഡൊക്കെ ഇല്ലേ, മസാല ഫുഡൊക്കെ വേണ്ട. നമ്മുടെ ഒരു ചിക്കൻ കറി അത് ഇപ്പം നമ്മൾ കൈ കൊണ്ട് കഴിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ സ്കിന്ന് ഹാർഡാവും. കാരണം നമ്മളിപ്പോൾ കൈയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബോഡിയിൽ. കാരണം നമ്മൾ എന്തെങ്കിലും എടുക്കാനോ കാര്യങ്ങൾക്കോ.
അപ്പം അതിങ്ങനെ ഇപ്പോൾ ഹാർഡായിട്ട് കെമിക്കൽസ് ഉള്ള എന്ത് സാധനം യൂസ് ചെയ്താലും എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം നമ്മുടെ കൈമുറി ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ നമ്മുടെ കൈമുറിയും. നമ്മളിപ്പോൾ കൊതുവൊക്കെ കടിച്ചിട്ട് ഇങ്ങനെ ഒന്നും ചൊറിയാൻ പോലും പറ്റില്ല. നമ്മുടെ കൈയുടെ തൊലി പോവും. അത് അപ്പോൾ ഈ വിറ്റിലിഗോ ഉള്ളത് കൊണ്ട് തന്നെ ബോഡി ഫുള്ളായിട്ട് ഈ വിറ്റിലിഗോ ബാധിച്ച എല്ലാ ഏരിയയും സെൻസിറ്റീവാണ്. പക്ഷെ ഞാൻ ഇത്ര നേരം വിചാരിച്ചിരുന്നത് എന്താ പറയുക, വിറ്റ്ലിഗോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഭംഗിയായി ചേച്ചീനെ കാണാനെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത്രയും ഒരു ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത്. ഇത് മാത്രമല്ല നമുക്ക് ഉള്ളത്, വെയിൽ കൊള്ളാൻ പറ്റില്ല, ശക്തിയായ മഴ കൊള്ളാൻ പറ്റില്ല. അതുപോലെ തന്നെ ചൂട്, ഇപ്പോൾ അടുപ്പോ അല്ലെങ്കിൽ തീ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. സാധാരണ ആൾക്കാർക്ക് പൊള്ളുന്നതിനെക്കാട്ടും ഡബിൾ എഫക്റ്റിലാണ് നമുക്ക് പൊള്ളാം. ചെറുതായിട്ടൊന്ന് പൊള്ളിയാൽ തന്നെ നല്ല പാട് വരും, തൊലി പോവും. അങ്ങനെ ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര ഹാൻഡിൽ വിത്ത് കെയർ അങ്ങനെ നടക്കും. ചെറുതായിട്ടൊന്ന് അടുത്തേ കൂടെ എന്തെങ്കിലും പോയാൽ മതി, എന്തെങ്കിലും കിട്ടും. വിറ്റിലിഗോ വന്നതിൽ ഞാൻ അത്ര ഹാപ്പി ഒന്നുമല്ല. ഇത് കാണാൻ രസമാണ്, യുണീക്കാണ്, രസമാണ്, അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്, ഒക്കെ ഉണ്ട്, ഒക്കെ ബട്ട് മെയിൻറ്റെയിൻ അതിനൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ചൂടുകാലത്തൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂട് അഫക്റ്റ് ചെയ്യും നമ്മളെ. അതായത് വെയിൽ കൊള്ളണ്ട, അല്ലാണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് ചൂടെടുക്കുന്നതിനെക്കാട്ടിയും ഇരട്ടിയായിരിക്കും ചൂട് വരാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി തണുപ്പാണെങ്കിലും അങ്ങനെ തന്നെ ഒരു മീഡിയം, ഇപ്പോൾ സാധാരണ നോർമൽ ഒരു AC റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മീഡിയം തണുപ്പുണ്ട് എനിക്ക്, അത് വിട്ട് തണുപ്പ് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഞാൻ ഏതോ ഷിംലയിലോ മണാലിയിലോ പോയ പോലെ ആയിരിക്കും, ഫുള്ള് മുടി വെച്ച് സോക്സ്, ഗ്ലൗസ്, സ്വെറ്ററൊക്കെ ഇട്ടിരിക്കും. അങ്ങനെ ഇപ്പം മഴക്കാലം വന്നാലും എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്, എനിക്ക് സോക്സ് ഒക്കെ ഇടണം. അപ്പം സ്കിൻ ഇത്ര സെൻസിറ്റീവ് ആയതുകൊണ്ട് ചില ബ്രാൻഡിന്റെ മോയ്സ്ചറൈസേഴ്സ്, ചില ബ്രാൻഡിന്റെ സൺസ്ക്രീൻസ് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡ്സാണ് ഫോളോ ചെയ്യാറ്? ഞാനങ്ങനെ പെർട്ടിക്കുലർ ബ്രാൻഡ്സ് അല്ല ഫോളോ ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ട് അതിന് വർക്കൗട്ട് ആവുന്നതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്, പിന്നെ സൺസ്ക്രീമും. രണ്ടും നിവിയയുടെ തന്നെയാണ്. നിവിയയുടെ ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. ബട്ട് എല്ലാ വിറ്റിലിഗുള്ളവർക്കും ഓക്കെ ആവില്ല. ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ഒരാളോട് എനിക്കിത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം ഞാൻ കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ ഹാംഫുൾ അല്ല, ഇച്ചിങ് ഇല്ല, വേറെ അലർജിക് പ്രോബ്ലം ഇല്ല എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ വേറെയും ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഫീൽ ആയിട്ടുള്ള സാധനം. സോ ചോദിക്കുന്ന ആൾക്കാർക്കൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ